പോയാ? പോയില്ല. അവിടെ തന്നെ ഉണ്ടാ? അവിടെ തന്നെ ഉണ്ട്. നോക്ക് എന്നല്ല അങ്ങനെ നോക്കിയ ഈ കിരീടം വെച്ചോണ്ട അമ്മമാര് കാണില്ലേ? നമ്മളെ കണ്ട അമ്മമാർ ഇങ്ങോട്ട് വരും. പിന്നെ ഇങ്ങോട്ട് വരില്ലേ? എടാ ഇവന്മാർ ഒരു പൊതുശല്യമായില്ലടാ. സിനിമ കാണാൻ തിയേറ്ററിൽ ചെന്നപ്പോഴും അവിടെ ഇവന്മാർ. ഇതിപ്പോ എന്ത് ചെയ്യും? അതില് ശരി കട്ടിയും കനമൊക്കെ ഉള്ള ഒരുത്തുണ്ടല്ലോ, അവനാണ് തിരുമേനി പ്രശ്നം കേട്ടോ. അവൻ കുഴപ്പമൊന്നുമില്ലേ? ഇവനെയൊക്കെ ഒന്ന് കളയ്ക്കണമല്ലോ. നമ്മളെ കൊണ്ട് പറ്റില്ല. തിരുമേനി ഇവിടെ വരാത്ത സമയത്തേക്കുള്ള കാര്യമൊന്നും തിരുമേനിക്ക് അറിയില്ലല്ലോ. ഞാൻ കുറേയൊക്കെ കാണുന്നുണ്ട്. സോഷ്യൽ മീഡിയ തുറന്ന യുവമാരേ ഉള്ളൂ. കണ്ടെന്നാണ് തോന്നുന്നത്. നില്ല. ഇനിയിപ്പം കണ്ട സ്ഥിതിക്ക് ഒരു ചെറിയ പണി കൊടുക്കണം. തിരുമേനി ഒന്ന് യുവമാരൊന്ന് വിരട്ടണം. ചെറുതായിട്ടൊന്ന് വിരട്ടിയാൽ മതി. യുവമാരെ തിരുമേനി വിരട്ടി ഒന്ന് റെഡിയാക്കിയാലേ സോഷ്യൽ മീഡിയ ഒന്ന് തുറന്നിട്ട് നമുക്ക് ഒന്ന് കാണാൻ പറ്റും. അതെ, അല്ലെങ്കിൽ യുവമാർ അതിലെല്ലാം കിടന്ന് വിരവിക്കൊണ്ടിരിക്കും. അങ്ങനെയൊന്നും ചെയ്യരുത്. അടിക്കുകയും പിടിയും അക്രമമൊന്നും തിരുമേനിക്ക് പറ്റിയതല്ല. വിരട്ടിയാൽ മതിയല്ലോ. ഒന്ന് ചെറുതായിട്ട് വിരട്ടിയാൽ മതി. വയലന്റ് ആവരുത്. അന്തിമുല്ല പൂത്തേരാവിൽ ചന്തമേറയല്ലേ, മെല്ലെയൊന്ന് പുൽകാൻ മണ്ടായി കൂടെ വന്നതല്ലേ, കണ്ട നാള് തൊട്ടേ പെണ്ണെ കരളിനുള്ളിലല്ലേ, കനവിലെന്നുമെന്നും എൻ്റെ ചാരെ വന്നിടല്ലേ, അന്തിമുല്ല പൂത്തേരാവിൽ ചന്തമേറയല്ലേ, മെല്ലെയൊന്ന് പുൽകാൻ മണ്ടായി കൂടെ വന്നതല്ലേ. എടാ എങ്ങനെ ഉണ്ടായിരുന്നു അഭിലാഷ പാട്ട്? എങ്ങനെ ഉണ്ടായിരുന്നോ? നിനക്ക് പ്രാന്താന്നുള്ള ഞങ്ങൾ കുറച്ച് പേർക്ക് അറിയുള്ളൂ. നാട്ടുകാരോട് മര്യാദയില്ലാത്ത പാട്ടാ പാടുന്നത്? പാട്ട് ആ പാട്ടിന് തന്നെ കുഴപ്പം. എന്ത് പാട്ട് പാടി വെച്ചാൽ എന്താണിത്? എന്ത് പാട്ടാണിത്? പറഞ്ഞു എന്റെ ആരാധന രണ്ട് പൊറോട്ടയ്ക്കും ബീഫിനും വേണ്ടി ഇത്രയൊക്കെ കൈയടിക്കാൻ പാടിയ പാട്ടാ. നീ രണ്ട് പൊറോട്ടയും ബീഫിനും നീ പൊറോട്ടയും ബീഫും ഇവന്റെ വാക്കും കേട്ടോണ്ട് ചേട്ടൻ അവന്റെ കൂടെ വന്നിട്ട് എന്നോട് ഇങ്ങനെ ചെയ്യരുത്. നീ പൊറോട്ടയും ബീഫും വാങ്ങി തന്നെയല്ലോ. എന്റെ ആത്മാർത്ഥയ്ക്ക് പാട്ട് കേൾക്കാറുണ്ട്. പക്ഷെ 24 മണിക്കൂർ ഇപ്പൊ നീ പൊറോട്ടയും ബീഫും ഞങ്ങൾ കേൾക്കേണ്ട കാര്യമുണ്ടോ? അല്ല ഞാൻ എന്നെ വിളിച്ചോണ്ട് വന്നിട്ട് മോശം ഉണ്ടാക്കാൻ വേണ്ടി അതിനുള്ള ഞാൻ കേട്ടു. എന്നാ നീ മോശമാക്കാൻ വേണ്ടി ചെയ്താണ്? മോശമാക്കിയൊന്നുമല്ല, അതൊന്നുമല്ല. സംഗതി വേണം, മനസ്സിലായ? സംഗതി അല്ല, സംഗതി എന്ന് പറഞ്ഞാ ഷഡ്ജം സംഗതി കാര്യം. നീ ഒന്ന് പാടിക്കൊന്നു. ഞാൻ പാടൂടാ. നീ പാടും. നീ പാടും ശരിക്കും. അയ്യോ അവനോ എടാ മാഹിനെ, അവൻ വന്നുണ്ട്. അവൻ പറയട്ടെ നിന്റെ പാട്ട് നല്ലതാണ്. അണ്ണൻ പറഞ്ഞ കറക്റ്റ്. അവൻ പറയട്ടെ നല്ല പാട്ടാണ്. അവനോട് ചോദിക്കട്ടെ. എടാ നിന്നോട് കാര്യം ചെയ്യട്ടെ, ഇവന്റെ പാട്ട് കേട്ടല്ല കേട്ട്. നിന്റെ അഭിപ്രായത്തിൽ എങ്ങനെയുണ്ട് ഇവന്റെ പാട്ട്? എന്റെ അഭിപ്രായത്തില് അവന്റെ അഭിപ്രായം പറയട്ടെ. ഞാൻ തന്നെ പാട്ട് കേച്ചില്ല. എന്റെ പൊന്ന് പേര് ഇവന്റെ പാട്ട് കേട്ടിട്ട് എന്ത് വർത്താന പുള്ളി വന്ന് പറഞ്ഞു നോക്കി. ഇത് തന്നെ ഭ്രാന്തായിട്ടിരിക്കുക. കുഞ്ഞിളം കൈ വീശി നീ മെല്ലെ ഒന്നു മായമേ പിയാതെ നീരുമോ ഓരോർമ്മതൽ നെയ്ത്തിരി എന്നെ വിട്ടിട്ടെന്തേ പോയി മഞ്ചാടിക്കുരുവി നിന്നെ കത്തി തീരത്തെന്ത് മോഹം വരോടി ആറ്റുമണൽ പായയിൽ അന്തിവയിൽ എടാ ഇതെന്താ പാട്ട്? നമ്മുടെ അഭിലാഷ് ആട്ടായം പാടും. അടിപൊളി പാട്ട്. എന്തായാലും പ്രേക്ഷകരുടെ മഫീർ തന്നെ മാനിച്ചു. പ്രേക്ഷകരെ കൂടുതലും പറയണമെന്നുള്ള പാടാം. അപ്പൊ ഞാൻ പാട്ട് ഞാൻ ഹരിമുരളി രോഗം കടിച്ചാലോ? ആസാം പഠിപ്പിച്ച ഹരിമുരളി ദാസൻ അത് ഹരിമുരളി മാത്തുമൊഴിരാതെ നിന്നെ തേടി
എന്റെ പൊന്നെ നീ പറഞ്ഞില്ലായിരുന്നു എന്റെ കൊരവള്ളി പൊട്ടി ചത്തേനടാ ഞാന്. നീ അങ്ങനെ തന്നെ ചാവണോടാ, നിനക്ക് അങ്ങനെ തന്നെ ഒരു മരണം വേണം. ദേ, മാവേലി. തമ്പുരാനെ തമ്പുരാനെ അയ്യോ, മാവേലി. തമ്പുരാനെ തമ്പുരാനെ മതിര നിന്റെ ഓവർ ആക്ടിങ് മതിര. നിന്റെ പാട്ട് ഓവറാണ്, നിന്റെ ആക്ടിങ് ഓവറാണ്. എടാ നിന്നെയൊക്കെ കൊണ്ടൊരു മനുഷ്യന് ഒരു തരത്തിലുള്ള സ്വസ്ഥത എന്ത് കാര്യത്തിലടാ. നീയൊക്കെ നാട്ടുകാരെല്ലാവരും എൻ്റെ അടുത്ത് പരാതി പറഞ്ഞു, എൻ്റെ പ്രജകൾ. നീ ഒരു തിയേറ്ററിൽ പോയി ഇവിടെ ഉണ്ടായിരുന്ന നിനക്കാണ് ഏറ്റവും കൂടുതൽ പരാതി. ഒരു തിയേറ്ററിൽ പോയിട്ട് ആൾക്കാർക്ക് സിനിമ കാണാൻ പറ്റണില്ല. അവിടെ നിന്റെ ഓട്ടവും ചാട്ടവും ഡാൻസും ബേളും അറിയുന്നില്ല ഞാൻ. എടാ നീയൊക്കെ യൂട്യൂബ് തുറന്നാ നീ, ഫേസ്ബുക്ക് തുറന്നാ നീ, ട്വിറ്ററിൽ നീ, എവിടെ നോക്കിയാലും നിങ്ങളാണല്ലോ. ഇത് എന്തൊരു പൊതുശല്യമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അവന്റെ പാട്ടൊക്കെ നല്ലല്ലേ? ആരെ ഇവന്റെ പാട്ടാ? എടാ ഇവന്റെ പാട്ടവ എനിക്ക് 12 എണ്ണം വാട്സപ്പിൽ അയച്ചു തന്നു. ഞാൻ എന്റെ കഷ്ടകാലത്തിനകത്ത് എന്റെ പാതാളം വാട്സപ്പ് ഗ്രൂപ്പിനകത്തിട്ട് അതിന്റെ അഡ്മിൻ നിഷ്കരണം എന്നെ അതിനകത്ത് റിമൂവ് ചെയ്ത് കളഞ്ഞു. ശരിയാക്കി തരുന്നുണ്ടാ നിനക്കൊക്കെ ഞാൻ. അപ്പൊ തിരുമേനി ഞങ്ങളെ കാണാൻ വന്നല്ലേ? എന്നെ കാണാനാ? എടാ നിന്റെയൊക്കെ ഇവിടുത്തെ ശല്യം കാരണം നാട്ടുകാരുടെ പരാതി സഹിക്കാൻ വയ്യാതെ നിന്നെയൊക്കെ എല്ലാത്തിനെയും കൂട്ടിക്കെട്ടി പാതാളത്തിൽ കൊണ്ടുവരാനാണ് ഞാൻ വന്നത്. അയ്യോ അങ്ങനെ പറഞ്ഞ എനിക്ക് റീൽസ് ഉള്ള തിരുമേനി. ഇനി നിന്റെ റീൽസ് എല്ലാം പാതാളത്തിൽ കുടുംബം എടുത്തോണ്ടാ. എടാ പെരേരെ നമ്മളെ കൊണ്ടുവന്ന പാതാളത്തിലേക്ക്. അയ്യോ മാമ എന്നെ കൊണ്ടുപോകല്ലേ, എനിക്ക് കുറച്ച് കല്യാണ പരിപാടികളുണ്ട്, സീരിയലുണ്ട്, എന്നെ കൊണ്ടുപോകല്ലേ പ്ലീസ്. നീ ആദ്യം കല്യാണ പരിപാടി എന്ന് പറഞ്ഞു പഠിക്കണം, എന്നിട്ട് കല്യാണത്തിന് പോകണം. അപ്പൊ നിന്നെ കൊണ്ട് ഇനിയിപ്പോ കല്യാണ വീട്ടിലും നമ്മൾ ആരും പോണ്ടേടാ. എടാ എടുക്കാനുള്ള എല്ലാം എടുത്തോണ്ടാ. തമ്പുരാനെ എനിക്ക് ഗാനമേളല്ല. എടാ നീ ഗാനമേള നടത്തിയിട്ട് വേണം ആ ഉത്സവം കൊള്ളാവായി. അനങ്ങരുത്, നീ വാ തുറക്കരുത്. ഭക്ഷണം കഴിക്കാൻ മാത്രമേ വാ തുറക്കാവുള്ളൂ. പാട്ട് പാടരുത് കേട്ടോ. അറിയില്ല മാവേലി തമ്പുരാനെ, ഞാൻ ലാലേട്ടനായി ഒരു ഡാൻസ് കളിച്ചാലോ? മാറിയില്ല. ഇനി വേടാ. ആരുടെ ഇത്? അണ്ണാ അത് പെരേരയുടെ പപ്പ. ഇത് സത്യം. നിന്റെ അച്ഛനാ? സത്യം. ഞാനിട്ട് ലാലേട്ടൻ. നിനക്ക് അങ്ങനെ തന്നെ വേണോടാ. ഇത് എനിക്കിപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. നിന്റെ കുഴപ്പമല്ലടാ, മത്തം കുത്തിയ കുമ്പളം മുളയ്ക്കൂലല്ല. ഇനി ഒരുപാട് നേരം ഇവിടെ നിന്ന് തായം കളിക്കണ്ട, എല്ലാം പറക്കിക്കോ. ഇറങ്ങാം. ഞാൻ വേണമെങ്കിൽ മാമുക്കോടെ സൗണ്ട് ചെയ്യാം. അറിയുന്നുണ്ടെ അതാ ഈ നിന്റെ കമ്പൊടിച്ച് ഞാൻ അറിയും. മര്യാദക്ക് ഇറങ്ങിക്കോ. വരണ്ട. പടാ. ഓണം വന്നേ, മാവേലി വന്നേ, പൂക്കളും വന്നേ, ഉത്സവം വന്നേ, ഉത്സവമാണ് കളറല്ലേ. നിന്റെ ഒരു അഭ്യാസവും എൻ്റെ അടുത്ത് കിടക്കൂല. കേരളത്തിലെ ആൾക്കാർക്ക് ഇതെല്ലാം അറിയാം. പക്ഷെ കുറെ പാവപ്പെട്ട ജനങ്ങളാണ് പാതാളത്തിൽ എൻ്റെ കൂടെ അവിടെ താമസിക്കുന്നത്. നിന്റെ ഒരു ഏർപ്പാടും അവിടെ കൊണ്ടുവന്ന് ഇറക്കരുത്. മിണ്ടാതെ അടങ്ങി ഒതുങ്ങി എൻ്റെ കൂടെ വന്നൂടാ. എന്ത് വേല ഇറക്കിയാലും നിന്നെ ഞാൻ കൊണ്ടുപോകും. പാടാ. മാവേലിയല്ലേ, സൂപ്പറല്ലേ, അടിപൊളിയല്ലേ, മാവേലിയല്ലേ, മാവേലി അടിപൊളി, മാവേലി സൂപ്പർ, മാവേലി 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 മാവേലി. പാതാള ഭൈരവാ, ഞാൻ ദാ വരുന്നേ.